മോളെ കൊണ്ട് മോളെ എന്റെ മോളെനിക്ക് കാണണം. ശാലിനി, ശാരികയെ വിളിക്ക്. കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറ. മോള് ചേച്ചി, ശാരികേച്ചി. ശാരികെ, ആരൊക്കെയാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. ഇത് ശാരികയുടെ മോള് തന്നെയാ. മോള് ശാലിനി, കുഞ്ഞിനെ ശാരികയുടെ അടുത്തേക്ക് കിടത്തിക്കോ. മോളെ എവിടെ കണ്ടില്ലല്ലോ, കുറെ നേരം ആയല്ലോ. ഇപ്പൊ വരും. അല്ല, കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. അതിന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞില്ലേ? അത് കാര്യമാക്കണ്ട. വെയിറ്റിംഗ് ചാർജ് പ്രത്യേകം തരാം. എന്നാ കുഴപ്പമില്ല, അത് മതി. ചക്കരേ, കമല, ഇവർക്ക് എന്താന്ന് വെച്ചാ വാങ്ങിക്കൊടുക്ക. പോ. ചേച്ചിയെ ചതിക്കുന്നതിന് തുല്യമായ കാര്യങ്ങള് ഇപ്പൊ ഇവിടെ നടന്നത്. അത് കാര്യമാക്കണ്ട, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഇങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കരുതി ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെല്ലാം എനിക്കിപ്പോ എതിരായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇനി കുറെ നാള് കഴിയുമ്പോ ശാരികച്ചും പറയും, സ്വന്തം കുഞ്ഞിന് പകരം മറ്റൊരു കുഞ്ഞിനെ കാണിച്ച് ഞാൻ ചതിച്ചു. ഇതിപ്പോ ഡോക്ടറും കൂടെ സമ്മതിച്ചോണ്ടല്ലേ, അല്ലാതെ ശാലിനി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ. വിഷ്ണുവേട്ടന്റെ മരണം ഒരാളെയും അറിയിക്കരുതെന്ന് വിഷ്ണുവേട്ടൻ എടുത്ത തീരുമാനം. പക്ഷെ വിഷ്ണുവേട്ടന്റെ അമ്മയുടെ മുന്നില് ഞാനിപ്പോ കൊലയാളിയാ. വിഷ്ണു മരിച്ചു. സത്യമ്മയോട് പറയണം, വിഷ്ണു മരിക്കാനുണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ബോധ്യമാക്കണം. അല്ലെങ്കിൽ അത് സത്യാമ്മയുടെ ഉള്ളില് ഒരു കരടായിട്ട് എന്നും കിടക്കും. യുവർ ഓണർ, പൊതുസമൂഹത്തിനും നിയമത്തിനും കോടതിയിലുള്ള വിശ്വാസം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കോടതിക്കുണ്ട്. ഈ നിൽക്കുന്ന രണ്ടുപേരിൽ ഒരാളെ ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിൽ നിന്നും തൊണ്ടി മുതലോടുകൂടിയാണ് പിടിച്ചിരിക്കുന്നത്. രണ്ടാം പ്രതിയായ ഈ നിൽക്കുന്ന വേലായുധൻ ഒരുപാട് ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻഡ്. താങ്ക് യു യുവർ ഓണർ. 2021 ഒരു വാക്ക് തർക്കം, അതിനെ തുടർന്നുണ്ടായ ഉന്തിലും തള്ളിലും അവസാനിച്ച ഒരു പെറ്റി കേസ്. 2023 പണം വെച്ച് ചീട്ട് കളിച്ചു എന്ന പേരിലുള്ള മറ്റൊരു പെറ്റി കേസ്. പിന്നെ ഒരു അതിർത്തി തർക്കത്തിന് മധ്യസ്ഥത പറഞ്ഞ കേസ്. ഇതെല്ലാം ക്രിമിനൽ കേസുകളായി മുദ്രകുത്തിയ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടറോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരേ ഒരു ചോദ്യം മാത്രം. എന്താണപ്പോ ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്? അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകുന്ന പെറ്റി കേസിന്റെ പേരിൽ ഒരാളെ വിലയിരുത്താൻ പറ്റുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. യുവർ ഓണർ, ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണനും രണ്ടാം പ്രതിയായ വേലായുധനും കൂടി കാണിക്ക് വഞ്ചി കുത്തി തുറന്ന് പണമെടുക്കുന്നത് കണ്ടതായി പറഞ്ഞ പ്രോസിക്യൂഷൻ വിറ്റ്നസ് നമ്പർ 1 പുത്തൻപുരയിൽ സഹദേവനെ വിസ്തരിക്കാൻ ബഹുമാനപ്പെട്ട കോടതി
എന്നെ അനുവദിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. പുത്തൻപുരയിൽ നാരായണൻ മകൻ സഹജൻ. പുത്തൻപുരയിൽ നാരായണൻ മകൻ സഹജൻ. ഈശ്വരൻ സാക്ഷിയായി സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഈശ്വരൻ സാക്ഷിയായി സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. എന്താണ് പണി? പ്രത്യേകിച്ച് ഇന്ന പണിയൊന്നുമില്ല. എന്ത് പണിയും ചെയ്യും. ആ നിൽക്കുന്നവരെ നിങ്ങൾക്ക് അറിയാവോ? അറിയാം. എങ്ങനെ അറിയാം? കാണിക്ക വഞ്ചി കുത്തി തുറന്ന് പണം മോഷ്ടിച്ചവരാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനും എന്റെ കൂട്ടുകാരനും സാധാരണ പണിയും കഴിഞ്ഞു വന്ന് ക്ഷേത്രത്തിന്റെ ആൽമര ചോട്ടിലാണ് വന്ന് കിടക്കുന്നത്. അന്ന് ഞങ്ങൾ അങ്ങോട്ട് നടന്നു വരുമ്പോ എന്തോ ശബ്ദം കേട്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കുമ്പോ ഇവർ രണ്ടുപേരും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് കാണുന്നത്. ഞങ്ങൾ ചെന്നതും ഒരാൾ പണവുമായി ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിൽ കയറി വാതിലടച്ചു. കൂടെ ഉണ്ടായിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ടു.